ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. വലതുവശത്തെ കള്ളൻ. വലതുവശത്തെ കള്ളൻ ആരാണ്? വലതുവശത്തെ കള്ളൻ അത് അറിയാണ്ട് എന്തായാലും ജനുവരി 30 ഇതിനൊരു തീരുമാനമാവും. സിനിമ റിലീസിനെത്താണ്. എന്താണെങ്കിലും ട്രെയിലർ ഇന്ന് ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ജോജു ജോർജ്, ബിജു മേനോൻ, പിന്നെ ആരൊക്കെയാടാ പറയുന്ന കേട്ടോ. ഞാൻ വിചാരിച്ചു ബാക്കി എല്ലാം ലിസ്റ്റ് പുറത്തു വരുന്നു. റിനോഷ്, ലിയോണ, പിന്നെ നിരഞ്ജന, പിന്നെ അനൂപ്, പിന്നെ ലെന. ഇത്രയൊക്കെ നമുക്ക് അറിയുള്ളൂ. ഇനി ബാക്കി ഇതിനകത്ത് കണ്ടുപിടിക്കാം. ഓക്കെ. എന്തായാലും ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണെന്നുള്ളതാണ് കേട്ടത്. ഗംഭീര ട്രെയിലർ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ കാണാം. ദൃശ്യം 3 വരുന്നുണ്ട്. അതിന് മുൻപായിട്ടുള്ള ഒരു ചെറിയ കത്തിക്കൽ, ചെറുതാണോ വല്യാണോ എന്നുള്ളത് നമുക്ക് കണ്ടെന്ന് അറിയാം അല്ലേ? എന്താണെങ്കിൽ കത്തോ എന്നുള്ളത് നമുക്ക് ഇപ്പൊ ട്രെയിലറിൽ നിന്ന് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതെ, നോക്കാം. എന്തായാലും ഇതിന്റെ സ്ക്രിപ്റ്റ് ഒരുക്കുന്നത് ദിനു തോമസ് ആണ്. ദിനു തോമസ് ഏലൻ. ഓക്കെ. ജിത്തു ജോസഫിന്റെ സ്ക്രിപ്റ്റിലല്ല സിനിമ. ജിത്തു ജോസഫിന്റെ ലാസ്റ്റ് സിനിമ ഈ സമയത്ത് സ്മരിക്കാതിരിക്കാൻ പറ്റില്ല, മിറാഷ്. ഞാനത് സ്മരിക്കാൻ വന്നിട്ട് വേണ്ടാന്ന് വെച്ച് ഒഴിവാക്കി വിട്ടു. അപ്പൊ അത് വീണ്ടും നീ എടുത്തോണ്ടൊന്ന് സ്മരിച്ച്. ഓക്കെ. അന്ന് കണ്ടപ്പോ മരിച്ചതാ. ഓക്കെ. എന്തായാലും വലതുവശത്തെ കള്ളൻ കാണാം. റെഡി. അതെ, ജോൺ എഫ് കെനഡിയുടെ ഒരു ഫേമസ് കോട്ട് ഉണ്ട്. Ask not what your country can do for you, ask what you can do for your country. ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും പ്രാന്തം എന്തെങ്കിലും പറഞ്ഞു തെളിവാകും. ആന്റി, നിന്റെ ഈ സ്വഭാവം കാരണം നീ ഇപ്പോഴും ഈ സർക്കിൾ തന്നെ കിടന്നു. ഈ അയലിന്റെ ഫാദർ ജോസഫ് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണമെന്ന് തോന്നുന്നു. അയാൾ പ്രശ്നക്കാരാണോ? അയാളുടെ സ്വഭാവം നിനക്കറിയാം. എന്തൊക്കെ പറഞ്ഞാലും ഗൂഗിളോ നിങ്ങൾ എന്റെ വഴിക്കല്ല നീങ്ങുന്നെങ്കിൽ ഇനി ഇവിടുന്ന് സംഭവിക്കുന്നതിനെല്ലാം നിങ്ങളായിരിക്കും ഉത്തരവാദി. മരിച്ചവർക്ക് നീതി വേണമല്ലോ. നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ വേണ്ടി അത് വാങ്ങിക്കൊടുക്കാൻ. പ്രത്യേക മൂഡ് ഡിഫറെന്റ് വേ എന്ന് പറഞ്ഞു. ഒരു പരാതിക്കാരൻ ഒറ്റത്തിനകത്ത് എനിക്കറിയില്ല സാം എവിടെയാണെന്ന്. ഇനി അത് തന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. സാം ചെയ്യുന്നതിനാണ് ശരിയെന്ന്. ഇതുവരെ നടന്നെല്ലാം കാണിക്കലാണ്. എന്റെ ഇൻഡ്യൂഷൻ തെറ്റിയിട്ടില്ല. പാറ്റേൺ ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെയാണ് സാറേ. പാറ്റേൺ കിട്ടിയിട്ട് സാറോട് തുടങ്ങിയാൽ മതി. അതുവരെ ഇളവുകൾ തരുന്നതും ശിക്ഷകൾ തീരുമാനിക്കുന്നതും ഞാൻ മാത്രമായിരിക്കും. നൈസ് മൂഡ്, നൈസ് സാധനമാണല്ലോ. ഗംഭീര സാധനം. ഇത് ദൃശ്യത്തിന് മുന്നേ ഒന്ന് കത്തിക്കുന്നല്ലോ. ഇത് നാളെ പടരാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അടിപൊളി പരിപാടി കേട്ടോ. പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന്, അതായത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആളാണ് കൈകാര്യം ചെയ്തത് തോന്നുന്നു. അതെ, ഭയങ്കര ഡീൽ ചെയ്തോണ്ടിരിക്കുകയാണ് ആള്. അതെ, ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മറ്റേ പടം ഉണ്ടല്ലോടാ, ഏതാ? വിക്രമാദിത്യ. വിക്രമവേദയല്ലേ? വിക്രമവേദയല്ലേ? കൊള്ളാം, നൈസ് ആയിട്ടുണ്ട്. വിക്രമാദിത്യം മറ്റതാണ് വിക്രമവേദ. അതിലെ സംഭവം അതേപോലെ അതിന്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ എന്താ പറയുക, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലേ, ലാസ്റ്റിലേക്ക് ഫസ്റ്റത്തെ ആ ഇംഗ്ലീഷ് സോങ്ങിന്റെ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു മൂഡ് തരുന്നൊരു സാധനം കേട്ടോ. അതിങ്ങനെ ട്രെയിലറിൽ തന്നെ നമ്മളെ വേറൊരു സംഭവം ഇങ്ങനെ നമ്മളവിടെ ഇങ്ങനെ ഇരുത്തിനെ കൊണ്ടുപോവാണ്. കൊള്ളാം, നൈസ്.
എന്തായാലും ജോജു ജോർജ് ചില സമയങ്ങളിലേ ഭയങ്കര നിഗൂഢത ഉണ്ടാവും, എന്നാൽ ഒന്നുമില്ലാതെ തോന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി ഉണ്ട്. അവരുടെ മൂപ്പറ ക്യാരക്ടർ പല സിനിമകളിലെ ക്യാരക്ടർ അങ്ങനെയാണ്. അതായത് ഇങ്ങനെ ഒളിച്ച് നമുക്ക് തോന്നും ഇയാൾ എന്തൊക്കെയോ സാധനം ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ഉണ്ടാവില്ല. ചില സമയത്ത് ഒന്നുമില്ലാതെ തോന്നും, പക്ഷെ എന്തെങ്കിലും അതെ ആ രീതി ഉണ്ട്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് വലിയ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ അറിയാം. അപ്പോൾ അതുപോലത്തെ പരിപാടികളുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പരിപാടി ഉണ്ടാവുമല്ലോ. ഇത് സ്റ്റോറി വേറെ ആളാണ്, പക്ഷെ ഇത് മേക്ക് ചെയ്തിരിക്കുന്ന രീതി ഉണ്ടല്ലോ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. നല്ല മേക്കിംഗ് ആണ്, സൂപ്പറായിട്ട് അത് കാണാനുണ്ട്. പിന്നെ കൂടുതലും നൈറ്റ് തന്നെയാണ് പരിപാടികളൊക്കെ അല്ലേ. അതെ, അതായത് ജസ്റ്റിസ് ഡിഫറെന്റ് വേലാണെന്നുള്ളതാണ് പറയുന്നത്. എന്തോ സംഭവമുണ്ട്, സംതിങ് ഫിഷി. കാത്തിരിക്കാം, ജനുവരി 30 അറിയാലോ എന്താണ് അവിടെ ഒളിച്ചു വെച്ചിരിക്കുന്ന സംഭവം എന്നുള്ളത്. ഈ വലതുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞ സാധനമാണ് ഇതുവരെ പിടികിട്ടാത്തത്. ഈ വലതുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബൈബിളില് ക്രിസ്തുവിന്റെ തൊട്ടടുത്തുള്ള വലതുവശത്തുള്ള നല്ല കള്ളൻ അല്ലേ. അപ്പോ അവിടെ ഒരു ക്രിസ്തു ആണല്ലോ. തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ടോ? അത് വേണം. വലതുവശത്തെ ഒരു കള്ളനും. അപ്പൊ ഈ രണ്ടുപേരും ഇതിൽ ആരെങ്കിലും ഒരാളാവും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്റെ ഒരു നിഗമനം കറക്റ്റ് ആണെങ്കിൽ വലതുവശത്തെ കള്ളൻ ജോജു ജോർജ് ആണ്. മറ്റേ ബിജു മേനോനായിരിക്കും ആ ഒരു അതായത് ആളെ കുറിച്ച് പോലീസുകാരനെ പറയുന്നത് ഈ ലൊക്കാലിറ്റി തന്നെ കിടന്ന് കറങ്ങാൻ കാരണം ഇതാണ്. ഈ സർക്കിളിൽ കിടന്ന് ആള് കുറച്ച് അതായത് എല്ലാത്തിനും തെളിവ് നോക്കി അല്ലെങ്കിൽ അത് നോക്കിയിട്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരാളാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടി സത്യസന്ധമായിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു. അതെ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതാണോ തെളിവായിട്ട് എടുക്കുക. അതാണ് അങ്ങനെ വിശ്വസിച്ച് എന്തെങ്കിലും കേൾക്കുമ്പോൾ തന്നെ ചാടി ഇറങ്ങി പോയിട്ട് ചെയ്യുന്ന ഒരാളല്ല. അതിൻ്റെതായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരാളാണ് തോന്നുന്നു. അതൊക്കെ വെച്ച് നോക്കിയിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കാം. എന്തായാലും ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. പിന്നെ ഫാമിലി പരമായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് പരിപാടികൾ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. രണ്ട് ഫാമിലി ഉണ്ട്, അതായത് ജോജു ജോർജിന്റെ പിന്നെ ബിജു മേനോന്റെ. എന്താണെങ്കിലും എന്തൊക്കെയോ മറച്ചു വെച്ചിട്ടുള്ള ട്രെയിലറാണ് കേട്ടോ. എന്താണ് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി. ഗോകുലാണ് ഇതില് ബിജു മേനോന്റെ മകനായിട്ട്. പിന്നെ ജോജു ജോർജിന്റെ മകളായിട്ട് വേറൊരു പെൺകുട്ടിയുണ്ട്. അവരൊക്കെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് പരിപാടിയാണ്. ആ ഒരു ഇതിനകത്താണോ എന്നൊരു സംശയമുണ്ട്. എന്താണെങ്കിലും എന്നിട്ട് അപ്പന്മാരുള്ള ഒരു കളി അല്ലേ. അപ്പൊ ആളത്ര വെടിപ്പായിരിക്കില്ല ചിലപ്പോ ബിജു മേനോൻ. അതും പറയാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ളതേ. എന്തെങ്കിലുമൊക്കെ ചിലപ്പോ മറച്ചു വെക്കുന്നുണ്ടാവാം, അത് പുറത്ത് കൊണ്ടുവരാനുള്ള പരിപാടി ആയിരിക്കാം. എന്താണെങ്കിലും മറ്റൊരു ദൃശ്യം കിട്ടുമോ? അത്ര കിട്ടുമെന്ന് സംശയമാണ്. എന്നാലും അതിന്റെ അടുത്തൊക്കെ നിൽക്കും തോന്നുന്നു കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാതിരിക്കില്ല അതുകൊണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇതിന്റെ ഒരു ഫീൽ അങ്ങനെയാ, അത്ര ഭീകരമായിട്ട് തന്നിട്ടുണ്ട്. ഇതില് ഒരു ഹൈ ഏരിയയിലുള്ള ഒരു സീൻ ഉണ്ട്, ഹൈ റേഞ്ചില് അതായത് നമ്മുടെ ജോസഫിന്റെ സംഭവം എനിക്ക് ഫീൽ ചെയ്തവിടെ. അതാ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന സീൻ. എന്തായാലും 2026 അതുണ്ട്. അതേ പറഞ്ഞ അതിന്റെ ഇടയിൽ കൂടി നടക്കുന്ന സംഭവങ്ങളുണ്ട്. എന്താണെങ്കിൽ 2026 ഫസ്റ്റ് ജിത്തു ജോസഫ് മൂവി. അതെ, ജനുവരി 30 സിനിമ റിലീസിനെത്തുന്നത്. പ്രത്യേകിച്ച് വലിയ ക്ലാഷുകളോ കാര്യങ്ങളൊന്നും ഇല്ല. അതെ, പിന്നെ ഉള്ളതൊന്ന് 22-ാം തീയതി 23-ാം തീയതി ഒക്കെ പോകും. അതെ, 2 ഉണ്ട്. അതായത് ഒന്ന് ബേബി ജോൺ ഉണ്ട്, ബേബി ഗേൾ ഉണ്ട്, ഒന്ന് ചത്താപച്ച. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാന്ന്. നല്ല അഭിപ്രായമാണ് കേൾക്കുന്നത്. ഇൻസൈഡൊക്കെ നല്ല രീതിയിലാണ് കേൾക്കുന്നത് കേട്ടോ. അപ്പൊ ചിലപ്പം അതിന്റെ ഉണ്ടാവുമായിരിക്കും. ഇത് തന്നെ കണ്ടിട്ട് നമുക്ക് തോന്നുന്നുണ്ടല്ലോ. അതാ പറഞ്ഞ അങ്ങനത്തെ ഒരു. എന്തായാലും കാത്തിരിക്കാം. 30-ാം തീയതിക്ക് വേണ്ടിയിട്ട് പോവാണ്. അടുത്ത ട്രെയിലർ റിയാക്ഷനുമായിട്ട് 8 മണി കഴിഞ്ഞിട്ട് വരാം. ബൈ. ചത്തില്ലേ വരാം.